നാളെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? എവിക്ഷൻ ഉണ്ടാകുമോ? വിഷു സ്പെഷ്യൽ എപ്പിസോഡ് നാളെ ഷൂട്ടിംഗ് ഉണ്ടാകുമോ? എന്തൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്, ലൈവിൽ നടക്കാൻ പോകുന്നത്? എവിക്ഷൻ ഉണ്ടെങ്കിൽ ആരാണ് പുറത്താകാനുള്ള ചാൻസ് വളരെ കൂടുതൽ? എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ നാളെ എവിക്ഷൻ ഉണ്ടാവുമോ ഇല്ലെന്ന് അറിയത്തില്ല. കാര്യം വിഷു ആണ്, പെരുന്നാൾ കഴിഞ്ഞു, പെരുന്നാളിന്റെ സെലിബ്രേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇനി വിഷു സ്പെഷ്യൽ എപ്പിസോഡാണ് വരാൻ പോകുന്നത്. നാളെ രാവിലെ ഷൂട്ട്, ഈ ആഴ്ചത്തെ എപ്പിസോഡിന്റെ ഷൂട്ടായിരിക്കും ലാലേട്ടൻ നടത്താൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം കംപ്ലീറ്റ്ലി വിഷു സ്പെഷ്യൽ എപ്പിസോഡായിരിക്കും. ഞായറാഴ്ച വിഷു ആണെങ്കിൽ ഞായറാഴ്ച തന്നെ നമുക്ക് വിഷു സ്പെഷ്യൽ എപ്പിസോഡ് ബിഗ് ബോസിൽ കാണാനും സാധിക്കും. അപ്പം നാളെ അതാണ്. പിന്നെ എവിക്ഷൻ ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ അത് ചോദ്യചിഹ്നമാണ്. ചിലപ്പോൾ 50-50 ആണ്. ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഇല്ല, ചിലപ്പോൾ ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എന്തായിരുന്നാലും പോളിനകത്ത്, നമ്മളിട്ട യൂട്യൂബിലെ പോളിനകത്തുള്ള ശതമാനം ഞാൻ പറയാം. അതും വോട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പോളിനകത്ത് പോൾ ചെയ്യുന്ന ആൾക്കാർ അവിടെ പോയി വോട്ട് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അജഗജാന്തര വ്യത്യാസം വരും, ചില സമയത്ത് ശരിയായിട്ടും വരും. അപ്പോൾ ഇതിനകത്ത് നിലവിൽ 9 പേരാണ് ഇതിനകത്തുള്ളത്, എവിക്ഷൻ നോമിനേഷനിലുള്ളത്. അപ്പോൾ അതിൽ ശ്രീകുമാറിന് നല്ല വോട്ട് കാണുന്നുണ്ട്. നോമിനേഷൻ വോട്ടല്ല, പോളിൽ, നമ്മുടെ യൂട്യൂബ് പോളിൽ ശ്രീകുമാറിന് നല്ല പോള് കാണുന്നുണ്ട്. നല്ല ശതമാനത്തോളം ആൾക്കാർ പോൾ ചെയ്യുന്നുണ്ട്, ശ്രീകുമാറിനെ പിന്തുണയ്ക്കുന്നുണ്ട് പോളിനകത്ത്. അത് കഴിഞ്ഞ് ജിൻഡോവിനെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇവർക്കൊക്കെ വോട്ട് ഇതുപോലെ കിട്ടുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയത്തില്ല, ഒഫീഷ്യലാണ്, അവിടെയാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് ശ്രീധുവിനും നല്ല രീതിയിലുള്ള പിന്തുണ ഈ പോളിനകത്ത് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് കിട്ടുന്നത് നോറയ്ക്കാണ് ആ പിന്തുണ കിട്ടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അൻസിബയ്ക്ക്. അത് കഴിഞ്ഞ് ഡേഞ്ചർ സോണിലുള്ള ഒരു 4 പേരെ നമുക്ക് പറയണമെങ്കിൽ ജാൻമണി, ശരണ്യ, ഋഷി, ഇവരൊക്കെയാണ് ഭയങ്കരമായ ഡേഞ്ചർ സോണിൽ. അത് കഴിഞ്ഞാണ് ശ്രീരേഖ വരുന്നത്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ഇവർക്ക് വോട്ട് കിട്ടിയിട്ടുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒന്നും അറിയാൻ പറ്റില്ല. ചിലപ്പോൾ ഭയങ്കര വ്യത്യാസമായിരിക്കും, ചിലപ്പോൾ ഇവിടെ കുറച്ച് താഴെ നിൽക്കുന്ന ആളായിരിക്കും, ചിലപ്പോൾ നല്ല വോട്ട് അവിടെ കിട്ടുക. സോ പറയാൻ പറ്റില്ല. എവിക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. പക്ഷെ വീട്ടിലിപ്പോൾ 19 പേരുള്ളത് കാരണം എവിക്ഷൻ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. കാര്യം നിറഞ്ഞു നിൽക്കുക വീട്ടിനകത്ത് ആൾക്കാർ, നിറച്ച് വൈൽഡ് കാർഡുകളും ആൾക്കാരും ഒക്കെ ഉള്ളത് കൊണ്ട് എവിക്ഷൻ ഇല്ലാതിരിക്കാനും ചാൻസ് ഇല്ല. ഉണ്ടാവാം, ഒരാളെ പുറത്താക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിലവിൽ ഡേഞ്ചർ സോണിലുള്ളത് ഋഷി, ശരണ്യ, ജാൻമണിയാണ്. പിന്നെ നാളെ മിക്കവാറും ലൈവിനകത്ത് വിഷുവിൻ്റെ പരിപാടിയുടെ ചിലപ്പോൾ അവർക്ക് പ്രാക്ടീസ് ഒക്കെ കൊടുക്കുന്നുണ്ടാവും. നാളെ മിക്കവാറും അവർക്ക് റെസ്റ്റ് ഡേ ആണ്. എന്നാലും ഇന്നത്തെ ദിവസമാണല്ലോ നാളെ നമുക്ക് ലൈവായിട്ട് കാണിക്കുന്നത്, ഡെഫേർഡ് ലൈവായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നാളെ മിക്കവാറും വിഷുവിൻ്റെ പരിപാടിയുടെ പ്രാക്ടീസും ഒക്കെ ആയിരിക്കും നാളത്തെ ലൈവിൽ. ബാക്കിയെല്ലാം കഴിഞ്ഞല്ലോ, ജയിലും ക്യാപ്റ്റൻസി ഒക്കെ കഴിഞ്ഞു. ക്യാപ്റ്റൻസി ഒക്കെ ഇപ്പം നോക്കാം നമുക്ക്. അപ്പോൾ എന്തായിരുന്നാലും നാളെ ശരിക്കും ശനിയാഴ്ച ലാലേട്ടൻ്റെ ഷൂട്ട് നടക്കുകയാണ്. എവിക്ഷൻ ഉണ്ടാവുമോ ഇല്ലയെന്ന് കണ്ടറിയാം. ഇവരാണ് ഡേഞ്ചർ സോണിലുള്ളത്. അപ്പോൾ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ.